ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വരുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് പാക്കിങ് തുടക്കമാണ് കേട്ടോ. ഇന്നത്തെ പാക്കിംഗ് എന്ന് വെച്ചാൽ ഇന്ന് മുസ്ലിം പെരുന്നാൾ ആയതുകൊണ്ട് അവധിയാണല്ലോ പോസ്റ്റ് ഓഫീസ്. അപ്പൊ ഞാൻ ഓർത്തു ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, വൈകുന്നേരമായി ഇവിടെ ഭയങ്കര മഴയാവും, കറണ്ടൊക്കെ പോകും. അപ്പൊ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇതെല്ലാം ഇന്ന് പാക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഓർത്ത് ഇന്ന് വിടാമെന്ന് ഓർത്തിട്ടാണ് ഇന്നലെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വിട്ടത്. പക്ഷെ പിന്നെ മനസ്സിലായത് ഇന്ന് മുസ്ലിം പെരുന്നാളാണല്ലോ, അവധിയാണല്ലോ എന്ന്. അപ്പൊ ഞാൻ ഓർത്ത് എല്ലാം പാക്ക് ചെയ്ത് അങ്ങ് വെക്കാം, നാളെ എന്നിട്ട് കൊടുത്ത് വിടാമെന്ന് ഓർത്തു. ഞാൻ ചെടി ഒരെണ്ണം എടുത്തിട്ട് വന്നിട്ടുള്ളൂ, ഒരു കസ്റ്റമറുടെ. ബാക്കി ചെടികൾ നാളെ രാവിലെ പാക്ക് ചെയ്യാൻ ഓർത്തു. ഇത് ഞാൻ അറിയാപ്പോൾ എടുത്തു പോയതാ. പിന്നെ പെട്ടെന്ന് വശം പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല, എനിക്ക് അവധിയാണ്, ഇന്ന് ഓഫ് ഡേ ആണല്ലോ എന്ന്. അങ്ങനെ അപ്പോ അന്നേരം പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ആ ഒരെണ്ണം മാത്രമേ ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ. അങ്ങനെ അത് കുറച്ച് സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ ഇപ്പൊ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ, നമുക്ക് പാക്ക് ചെയ്യാം. 3-4 ട്രിപ്പ് നമുക്ക് ഇതുപോലെ കൊണ്ടുവച്ച് പാക്ക് ചെയ്യണം. അപ്പൊ സമാധാനമായിട്ട് പാക്ക് ചെയ്ത് വെക്കാം എന്ന് ഓർത്തു. അപ്പൊ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കുറെ ഓർണമെന്റ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ കമ്മല് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാവേ. നല്ല ഭംഗിയുള്ള ഒരു തിളക്കമുള്ള ഒരു സ്റ്റോണിന്റെ നല്ല മുട്ടുകള്. അതെ, പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു വള, ഇത് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാവേ. ഇത്ര ദൂരെ ആയതുകൊണ്ട് ഇപ്പം മനസ്സിലാവില്ല. കണ്ട കണ്ണാണേ, നീല കണ്ണുകള്, എന്നിട്ട് നല്ലൊരു ഗോൾഡൻ മെറ്റലിന്റെ വള. അപ്പം ഇങ്ങനെ വീതി, വളയല്ല ചെയിനാണിത്. ഇങ്ങനെ വീതി കൂട്ടും, ഇതിനകത്തും തുറക്കുകയും ചെയ്യാം. അങ്ങനെ എന്നിട്ട് നല്ല ഭംഗിയുള്ള 4-5 കണ്ണുകളാട്ടോ, നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറ്, എന്തൊരു ഭംഗിയാണ് ഇട്ടാലും നല്ല അടിപൊളി ഭംഗിയാണ്. എല്ലാ ഡ്രസ്സിനും അങ്ങ് ചേർന്ന് പോവുകയും ചെയ്യും. ആ രീതിയിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കുറെ കളക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ കമ്മലുകൾ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാം കാറ്റലോഗിലേക്ക് ഇത് കഴിയുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്തേക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചുതരാം. ഈ വളയുടെയും ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്ന കമ്മലിന്റെ ഒക്കെ മുട്ട് കമ്മലുകൾ. അപ്പൊ എല്ലാ ഡ്രസ്സുകൾക്കും ഫ്രോക്കുകൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ചേരും. വലിയ ഹാങ്ങിങ് വേണ്ടാന്നുള്ളവർക്ക് ചേരും. അങ്ങനെ പിന്നെ ഒരു വിശേഷം, കുറെ മരമുല്ലയുടെ ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക്. ഇന്നിപ്പോ ഞാൻ എടുത്തുകൊണ്ട് വന്ന 3 എണ്ണാണ് ഒരു കസ്റ്റമർ വെച്ചേക്കണേ. അപ്പൊ നമ്മുടെ മുറ്റത്ത് മരമുല്ല പൂത്തുപ്പുണ്ട്. നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പാക്കിങ് വിശേഷമൊക്കെ പറയാം. വരാതെ പോലെ നിൽക്കാൻ പറ്റില്ല കൂട്ടുകാരെ, അത്രയ്ക്ക് സ്മെല്ലാണ്. എന്ത് രസമാണെന്നറിയോ. ഇപ്പൊ നമ്മുടെ പൊക്കത്തിൽ വളരും കേട്ടോ. ഇപ്പൊ അതെന്റെ ഒരു ഇത്രയും പൊക്കമായിട്ടുണ്ട്. എന്നിട്ട് തന്നെ നിറച്ചു പോത്തും. ഇന്നലത്തെ മഴയ്ക്ക് കുറെ ഏതളോ പോയി, എന്നാലും ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു സ്മെല്ലാന്നറിയോ, പ്ലസ് അത് എന്തൊരു ഭംഗിയാന്നറിയോ. മരമില്ല ഒരിക്കലും പോകത്തില്ല, പിടിച്ചു കിട്ടി കഴിഞ്ഞിട്ടില്ല. അതൊരു മരം പോലെ തന്നെയാ, അതുകൊണ്ട് പോകത്തില്ല. വെള്ളപ്പുളം നനച്ചു കൊടുക്കുക, ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ നിന്നോളും. എത്ര വട്ടം ഒരു വർഷം പൂക്കുന്നറിയോ. അടിപൊളിയാണ് കൂട്ടുകാരെ, മേടിച്ചില്ലേ വൻ നഷ്ടമാണ് ഞാൻ പറയുള്ളൂ. മരമുല്ലയുടെ നല്ല ഓഫർ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറെ പ്രൊഡക്റ്റുകൾക്ക് നമ്മളിപ്പോ ഓഫർ ഇട്ടിട്ടുണ്ട്, കയറി നോക്കിക്കോളൂ. ഞാൻ നമ്മുടെ കാറ്റലോഗിൽ കയറി നോക്കിയാൽ ഏറ്റവും മുകളിലത്തെ സെക്ഷനിൽ നിറയെ ഓഫർ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കയറി കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്കിനും, കസ്തൂരി മഞ്ഞളിനേക്കാളും ആക്ച്വലി നമുക്ക് പോകുന്ന പ്രൊഡക്റ്റ് രക്തശാലി ഫേസ് പാക്ക് കേട്ടോ. അത്രയ്ക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ്. അത്രയ്ക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ഗ്ലോയും വരും. അങ്ങനെ ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ ഒക്കെ തലേ ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, മാറി യൂസ് ചെയ്യാം. അപ്പം രക്തശാലി ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളും മേടിക്കുകയാണെങ്കിൽ രണ്ടും നമുക്ക് ഒരു ദിവസം 2 ദിവസം ഒക്കെ കൂടുമ്പോൾ മാറി ഇങ്ങനെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടിപൊളി റിസൾട്ട് ആണ് അതിന് കേട്ടോ. അപ്പൊ അതിന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഗീയും ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ ഓവറോൾ കാണിച്ചുതരാം. നമുക്ക് ആദ്യം മരമുല്ല കണ്ടിട്ട് വരാം. നല്ല മോയ്സ്ചറൈസർ ആണ്. ഞാൻ കാരണം ഇത് 4ാമത്തെ ഡബ്ബയാണ് തോന്നുന്നുണ്ട് വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിക്കുന്നത്. കാലിനടിയിലിടുന്ന ക്രീം ഉണ്ടായിരുന്നല്ലോ, ഫുഡ് ക്രീം, അതെന്റെ കാലിലുള്ള കട്ടിയൊക്കെ എന്ത് പെട്ടെന്ന് പോയെന്നാ. പക്ഷെ അത് ഞാൻ ഇതിന് നോക്കിയിട്ട് കണ്ടില്ല. ആ ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ 2 ആഡ് ചെയ്താൽ എത്രയാവുമെന്ന് പറയൂ. നിങ്ങൾ സന്തോഷത്തോടെ എല്ലാ സാധനങ്ങളും മേടിച്ചോളൂ. ഓക്കെ, ഞാൻ നല്ല ഓഫറിലാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വേറെ കുറച്ച് പ്ലാനുകൾ ഉള്ളത് കൊണ്ടാണ്, അത് ഞാൻ വഴിയെ പറയാം എന്താന്നുള്ളതൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ വേറെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാനുള്ള, നമ്മുടെ കുറെ പ്രൊഡക്റ്റുകൾ ബൾക്കായിട്ട് പിന്നെ ഒരു സ്ഥാപനത്തിലേക്ക് അവര് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് തൃശ്ശൂരുള്ള ഒരു യൂണിസെക്സ് ബ്യൂട്ടി പാർലറാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ കുറെ പ്രൊഡക്റ്റുകൾ അവരാദ്യം മേടിച്ചു നോക്കി, അതിന്റെ ഓണർ മേടിച്ച് നോക്കി. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി യൂസ് ചെയ്തപ്പോ. അപ്പൊ നോക്കുമ്പോൾ അവര് നമ്മുടെ ബൾക്കായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, നമ്മുടെ ബോഡി മോയ്സ്ചറും കസ്തൂരി മഞ്ഞളും ലിപ് ബാമും ഒക്കെ അവർക്ക് ഇഷ്ടമായി. ഇത് ലേഡീസിന് മാത്രമല്ല കേട്ടോ, ജെന്റ്സിനും യൂസ് ചെയ്യാവുന്നതാ. ബോഡി മോയ്സ്ചറൊക്കെ അടിപൊളിയല്ലേ. അപ്പം പിന്നെ ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ വിട്ടിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർ യൂസ് ചെയ്തിട്ട് അവരുടെ പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്.
കേട്ടോ, ഞാൻ അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. പിന്നെ അപ്പൊ അങ്ങനെ അത് ബൾക്കായിട്ട് നമുക്ക് കുറെ ഓർഡർ വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പാക്ക് ചെയ്ത് നമുക്ക് അയക്കണം അങ്ങനെയൊക്കെ. അപ്പം പിന്നെ പറഞ്ഞു തന്നത് മരമുല്ലയുടെ കാര്യം. മരമുല്ല മാത്രമല്ല കേട്ടോ, റംബൂൺ ക്രീപ്പർ മുതൽ എല്ലാ ചെടികളും നമ്മൾ നല്ല ഭംഗിയുള്ള ക്രീപ്പർ പ്ലാന്റുകൾ കമേലിയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ കുറ്റിമുല്ലയും സെയിൽ ചെയ്യുന്നുണ്ട്. മുല്ലയിൽ 3 മുല്ലകൾ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. വള്ളിമുല്ല, കുറ്റിമുല്ല, മരമുല്ല, 3 തരത്തിലുള്ള മുല്ലകളും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിയുള്ള ക്രീപ്പർ പ്ലാന്റുകളും എല്ലാം. ഇനി നമുക്ക് വർത്താനം പറഞ്ഞ് താമസിപ്പിക്കേണ്ട, വേഗം നമ്മുടെ പാക്കിംഗ് അങ്ങ് തുടങ്ങാം. ആ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. അത് ഞാൻ ഓരോ വോയിസ് കൊടുക്കാം. ഭയങ്കര ബഹളമായിരിക്കും ഇത് പാക്ക് ചെയ്യുന്നതിന്റെ, പ്ലാസ്റ്റർ ഒക്കെ വലിച്ചു കിട്ടുന്നതിന്റെ. അപ്പൊ അങ്ങനെ നമുക്ക് വിശേഷങ്ങളൊക്കെ ഓവർ വോയിസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് വന്ന കുറച്ച് വോയിസ് മെസ്സേജുകൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഓവറോൾ എല്ലാരും എന്തൊക്കെയാ മേടിച്ചേക്കണം നോക്കാം. ഇത് കണ്ടോ, കോഞ്ചിയാണ്, പിന്നെ മരമുല്ലയുടെ തൈകൾ 3 എണ്ണം, പിന്നെ കാസ്ട്രോയും പിന്നെ ഒരു മൈക്രോ ഫൈബറുമാണ് അവര് മേടിച്ചേക്കുന്നത്. പിന്നെ ഇങ്ങോട്ടൊക്കെ കസ്തൂരി മഞ്ഞളും ലിബാമും ബോഡി മോയ്സ്ചറും അങ്ങനെയൊക്കെയാണ്. ഇത് നല്ല റൗണ്ട് ഷേപ്പുള്ള 36ന്റെ ബി ബ്രായുമാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് ഔഷധ കാപ്പിയുടെ 3 പാക്കറ്റും അതുപോലെ കാട്ടു തേനുമാണ് ഇവര് മേടിച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടേക്ക് വലിയൊരു പർച്ചേസ് ആണ്. ഹെയർ ഓയില്, അതുപോലെ ബ്യൂട്ടി ഓയില്, സോപ്പ് ഞാൻ എക്സ്ട്രാ വെച്ചാണ് കേട്ടോ ഒരു സന്തോഷത്തിന്. പിന്നെ ഈ വടക് ഞാൻ എക്സ്ട്രാ വെച്ചാണ്. പിന്നെ ഒരു 3 ഗീ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞൾ, രക്തശാലി ഫേസ് പാക്ക്, അതുപോലെ ബോഡി മോയ്സ്ചർ, ഫേസ് വാഷ് പൗഡർ, പിന്നെ ലിബാമ, പിന്നെ 6 തവിയാണ് കേട്ടോ. ഈ തവി എത്ര നല്ലതാണ് കൂട്ടുകാരെ. ഇത് പൊട്ടി പോകത്തൂല, നശിച്ചു പോകത്തൂല. എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കാം, തലമുറകൾ കൈമാറാം. അതേപോലെയാണ്. പിന്നെ ഭയങ്കര ക്ലാസി ടച്ചും അല്ലേ അങ്ങനെ. അപ്പൊ അവർ 6 എണ്ണം അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള ഒരു കസ്തൂരി മഞ്ഞളും ഇത് വെട്ടിവെറ റൂട്ട് പൗഡറും അതുപോലെ ലിബാമും ബോഡി മോയ്സ്ചറും അങ്ങനെയൊക്കെയാണ്. ഗീ ആണ് അവര് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്കാണെങ്കിൽ ആശാലേരി, കരിജീരകം, നമ്മുടെ കറിമഞ്ഞള്, വയനാടൻ കറിമഞ്ഞളാണ്. ഇവരെന്താ ഗീയും ഹണിയും പിന്നെ ഹെയർ ഓയിൽ എന്ന് വെച്ചാൽ ഇത് താരൻ അടിപൊളിയായിട്ട് പറന്നു പോകട്ടോ. അതേപോലെയുള്ളതാണ്. പിന്നെ മുടി നന്നായിട്ട് വളരും അങ്ങനെയാണ്. ഇങ്ങോട്ടേക്ക് ഇവര് കുറെ 5 സോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ലിബാമുകള്, പിന്നെ ബോഡി മോയ്സ്ചറുകള്, രക്തശാലി, അതുപോലെ ബാക്കിയുള്ള കസ്തൂരി മഞ്ഞള് അങ്ങനെയൊക്കെയാണ് അവർ മേടിച്ചേക്കുന്നത്. ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ രക്തശാലി ഫേസ് പാക്കും അതുപോലെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളും ഒക്കെയാണ്. ഇങ്ങോട്ട് ഫേസ് വാഷ് പൗഡർ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഞാൻ ആദ്യം കൊണ്ടുവച്ചേക്കണേ. ഇങ്ങോട്ട് ബോഡി മോയ്സ്ചർ, രക്തശാലി ഫേസ് പാക്ക്. അതേ പറഞ്ഞ രക്തശാലി ഫേസ് പാക്കിന് ഭയങ്കര കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടെല്ലാം കസ്തൂരി മഞ്ഞള്. ഇത് ലൈറ്റർ ആണ്, നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റർ രീതിക്ക്. പിന്നെ ഫേസ് വാഷ് പൗഡർ അങ്ങനെയൊക്കെയാണ്. ഇങ്ങോട്ടേക്കും ഗീയും അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കാസ്ട്രോയും അതുപോലെ മരമുല്ല 3 തൈയും പിന്നെ കോഞ്ചിയാണ് അവർ മേടിച്ചേക്കുന്നത്. പിന്നെ ഒരു മൈക്രോ ഫൈബറും. ഇത്രയാണ് ഞാൻ ആദ്യത്തെ ബാച്ചിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കുന്നത്. അപ്പൊ ഇത്രയും നമുക്കൊന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ളത് കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യാം. ഇതുപോലെ ഒരു 4 ട്രിപ്പ് എനിക്കൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ചെയ്തിട്ട് എടുത്തു വെക്കും. എന്നിട്ട് നാളെ ബാക്കി ചെടികളും കൂടി പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിടാം. അതാണ് എന്റെ മാസ്റ്റർ പ്ലാൻ. ആ കൂട്ടത്തില് ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരെ, ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ലേണേഴ്സ് എടുക്കണല്ലോ. അപ്പൊ അതിന്റെ ബുക്ക് തന്നിട്ടുണ്ട്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച പോയിട്ട് എക്സാം എഴുതണം. എന്നിട്ട് എന്റെ ദൈവമേ, ഇത്രയും വരയും കുറിയൊക്കെ ഈ റോട്ടിലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഞാനിതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ആകെ സ്റ്റോപ്പും പോകുന്നതും അങ്ങനത്തെ അതും പിന്നെ ഹോസ്പിറ്റലിന്റെ ചിഹ്നമൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് വളവും തിരിവും സീബ്രാലൈനൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഈ കണ്ട മാത്രം വരയും കുറി നമ്മുടെ റോട്ടിൽ കണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇത്രയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ നിങ്ങൾ ഡ്രൈവിംഗ് അറിയാവുന്ന എല്ലാവർക്കും എല്ലാം അറിയാം അല്ലെ. അടിപൊളി കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ എന്തായാലും പഠിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച പോയിട്ട് എക്സാം എഴുതണം. എന്നിട്ട് പിന്നെ ഡ്രൈവിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാനും ഉണ്ട്. അമൃതയുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടിയാണ് പഠിക്കുന്നത്. അപ്പൊ അതിന് വിശേഷം അതായത് അപ്പൊ ഞാൻ രാവിലെ ആകുമ്പോ തല കുറച്ച് എന്താ പറയാ ചൂടാവാതിരിക്കുന്ന ടൈമല്ലേ. അപ്പൊ ഞാൻ കുറെ വായിച്ചു പിടിക്കായിരുന്നു കേട്ടോ. കാണിക്കാൻ വന്ന പ്രോഡക്റ്റ് ഇതാണ്. കുറെ കളക്ഷൻ ഇതിന്റെ വന്നിട്ടുണ്ട്. എന്തോ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മളിപ്പം മീൻകറി വെച്ചു ഒന്ന് എടുത്തു വെക്കണം. നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷീറ്റൊക്കെ ഉണ്ടാവും അടുക്കളയിൽ. അതെല്ലാം ഉരുകി പറഞ്ഞ് അങ്ങനെ നാശാവും. അല്ലെങ്കിൽ നമ്മൾ ടൈലിൽ വെച്ച് ചിലപ്പോൾ അതിന്റെ അടിയിലെ കരിയാകും. ആ ഒരു രീതിയിലൊക്കെ ആവും. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് നല്ല മെറ്റലിന്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിങ്ങനെ എന്ത് സാധനം എടുത്തു വെക്കാം. ഞാൻ എല്ലായിടത്തും വെച്ച് നോക്കി ടൈലേൽ
പോകത്തില്ല, തെന്നി പോകത്തില്ല. ഇതിനൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, അടിയിലേക്ക് 3 എണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ വെച്ചാലും തെന്നി പോകത്തില്ല, ധൈര്യമായിട്ട് വെക്കുകയും ചെയ്താൽ. മെറ്റലാണ്, തടിയാണ്, അപ്പൊ നല്ല സേഫ് ആയിട്ട്. പിന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. നമ്മൾ ഇതിനു മുമ്പ് എന്താ ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്നൊക്കെ റബ്ബറിന്റെ മേടിക്കും. അതിനെന്തോ ഒരു സ്മെല്ലാ, ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും, പിന്നെ ലുക്ക് വൈസ് ഒരു ഭംഗിയില്ല. ഇത് പക്ഷെ നോക്കി എന്തൊരു ഭംഗിയാ, എന്തൊരു ക്ലാസിക് ടച്ചാ ഇത്. അതുപോലെ നമ്മുടെ തവി ഒക്കെ നല്ല ക്ലാസിക് ടച്ചുള്ള സാധനങ്ങളല്ലേ. എനിക്കിതുപോലെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് നമ്മൾ സെയിലിന് കൊണ്ടുവരുന്നത് കേട്ടോ. എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്ക് എന്റെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് ഞാൻ സെയിലിന് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഈ തട്ടിപ്പൊളിയാണ് കൂട്ടുകാരെ. ഇതിന്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടവർക്കൊക്കെ ഞാൻ പെട്ടെന്ന് തരാം. അതുകൊണ്ട് ആവശ്യമുള്ളവര് വേഗം, ഞാൻ വളരെ ചെറിയ റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോരട്ടോ. അടിപൊളി പ്രോഡക്റ്റ് വെച്ചാൽ അടിപൊളി പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരു പ്രോഡക്റ്റും കൂടി നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റും കൂടി കാണിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. രണ്ടാമത് വന്നിട്ടുണ്ട്. 1 ലിറ്റർ കൊള്ളുന്ന വെളിച്ചെണ്ണയും അതുപോലെ എല്ലാ ഓയിലുകളും ഒഴിച്ചു വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഓയിൽ ഡിസ്പെൻസർ ആണ് ഇത്. ഇവിടെ ഇങ്ങനെ തുറക്കാം, എന്നിട്ട് ആ ഓയിൽ ഒഴിച്ചു വെക്കാം. 1 ലിറ്ററോളം കൊള്ളും. പിന്നെ ഇത് സ്റ്റീൽ ആയതുകൊണ്ട് അടിപൊളിയാണ്, 1 ലിറ്റർ കൊള്ളുകയും ചെയ്യും. പിന്നെ അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈച്ചയോ ഉറുമ്പോ പ്രാണികളൊന്നും ഇതിനകത്ത് പോകത്തില്ല. വലിയൊരു നോബും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അടച്ചും വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഇപ്പൊ ഉറച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ തുറന്നിട്ട് സ്പൂണില് വലിയ ഹോളല്ലേ, അപ്പൊ ഇതിന്ന് സ്പൂണിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോ ഉറച്ചിരിക്കുവാണെങ്കിൽ സ്റ്റീൽ ആയതുകൊണ്ട് വേണമെങ്കിൽ അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, സ്റ്റീലല്ലേ. അപ്പൊ ആ രീതിക്ക് അടിപൊളിയാണ്. ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു, ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. പ്രൊഡക്റ്റ് 2-3 ദിവസം മുമ്പേ കിട്ടീനെ. അപ്പൊ ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. നിങ്ങളെ പശു നെയ്യിന്റെ മണവും രുചിയും രണ്ടും ഒരുപാട്, എന്താ പറയാ, അത്രയും പറയാനില്ല, വാക്കുകളില്ല. ഞാൻ പശു നെയ്യ് ശരിക്കും നിങ്ങളെടുത്തത് വാങ്ങുമ്പോ ഒന്ന് മടിച്ചിട്ടാ വാങ്ങിയത്. കാരണം ഞാൻ പല സ്ഥലത്തുനിന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിനൊരു മണം, അതിന്റെ ഒരു സ്മെല്ല് ചിലപ്പം ഒരു ഇതാവൂലോളി എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, പിടിക്കൂലോളി എന്നുള്ള. പക്ഷെ നിങ്ങളത് നല്ല സാധനം, ഇനി ഞാൻ എന്തായിട്ട് വാങ്ങും. ഈ ബോട്ടിൽ കഴിഞ്ഞ് ഞാൻ എന്തായിട്ട് വാങ്ങും. അത്രയും ഞാൻ ഇപ്പൊ ഇത് ഉപയോഗിക്കുമ്പോ ഞാൻ ഉപയോഗിച്ച്, പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുമ്പോ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. താങ്ക്സ്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇതെല്ലാം കൂടി എടുത്തിട്ട് ചാക്കിലേക്ക് മാറ്റിയിട്ട് എടുത്തു വെക്കട്ടെ. എന്നിട്ട് ഇന്നൊരു ക്ഷീണം തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങി, അതിന്റെ ആണെന്ന് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് ചായ വെച്ച് കുടിക്കാൻ തോന്നുന്നു, ഇച്ചിരി വെള്ളവും കുടിക്കണം, ഇച്ചിരി ചായ വെച്ച് കുടിക്കാൻ തോന്നുന്നു. അപ്പൊ അങ്ങനെ എന്നിട്ട് ചായ വെച്ച് കുടിച്ചിട്ട് ഇതെല്ലാം ചാക്കിലേക്ക് മാറ്റിയിട്ട് പിന്നെ അടുത്ത ബാച്ചിനോടെ കൊണ്ടുവച്ചിട്ട് എല്ലാം പിന്നെ പാക്ക് ചെയ്യാൻ ഷൂട്ട് ചെയ്യും. എന്തായാലും പറ്റു തീരുന്നവരെ ഷൂട്ട് ചെയ്യും. പക്ഷേ ഞാനിപ്പം നിങ്ങളോട് ആദ്യം വാചകം അടിച്ച് കുറെ സമയം ആയെങ്കിൽ ഞാൻ ഇത്രയായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇനി ഷൂട്ട് ചെയ്യുന്നത് അടുത്ത ഒരു വീഡിയോയുടെ കൂടെ എഡിറ്റ് ചെയ്ത് ചേർക്കാം. എന്തായാലും എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഞാൻ ഓഫർ സെയിൽ ഇടുന്നുണ്ട്. അപ്പൊ അതെ, എന്റെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത്. നേരെ ഇതിലേക്ക് വരിക, എന്നിട്ട് കാറ്റലോഗിൽ കയറി നോക്കുക നിങ്ങൾ. അഥവാ ഇനിയിപ്പോ കാറ്റലോഗിൽ നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓഫർ എന്നുള്ളതല്ല, ഓഫർ എന്ന് പറഞ്ഞ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ നേരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം കാര്യങ്ങളൊക്കെ. എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഓഫർ സെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കാട്ടുതേനും ഗീയും അതുപോലെ മില്ലറ്റ്സ് ഒക്കെ അത്രയും നല്ല സാധനമാണ്. നിങ്ങൾക്ക് ഇച്ചിരി വണ്ണമൊക്കെ കുറയണം, കുറച്ച് ബോഡി ഷേപ്പ് ഒക്കെ വരണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർ ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് എല്ലാ ആവശ്യത്തിനുള്ള മിനറലും പ്രോട്ടീനും ഒക്കെ കിട്ടുകയും വേണം. പ്രോട്ടീന്റെ നല്ല സൂപ്പർ സോഴ്സ് ആണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്, ഫൈബറും. അപ്പൊ ഫൈബറും പ്രോട്ടീനും ഒക്കെ ധാരാളം വേണം തന്നെ നമുക്ക് നമ്മുടെ സെല്ലുകളുടെ ഒക്കെ ഗ്രോത്തിന്. ആ കൂട്ടത്തില് മിനറലും വൈറ്റമിൻസും വേണം. അപ്പൊ ഇതെല്ലാത്തിന്റെ കൂടെ സപ്ലൈ ആണ് നമ്മുടെ ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മില്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ഓവർ ഫാറ്റ് അടിക്കത്തില്ല. ഇങ്ങനെ എല്ലായിടത്തും അങ്ങ് ഫാറ്റ് അടിഞ്ഞ് ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കത്തില്ല. എന്നാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അതാണ് മില്ലറ്റ്സിന്റെ ഗുണം. വണ്ണം കുറയാനായിട്ടൊന്നും മില്ലറ്റ്സ് കഴിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ കാരണം മില്ലറ്റ്സ് അത്രയും കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇപ്പം ഒരു പാക്കറ്റ് മില്ലറ്റ്സ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 2-3 കിലോ പച്ചരിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ കഴിക്കുന്ന രീതിയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് അളന്നെടുത്ത് നമ്മൾ ദോശയ്ക്കൊക്കെ വെള്ളത്തിലിടും പോലെ തന്നെ അതിലേക്ക് എല്ലാം ചേർക്കാം. ഉലുവയും ജീരകവും തേങ്ങയും ചെറിയുള്ളിയും അങ്ങാടി അറുപതും ചേർക്കാം. കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് മല്ലിച്ചപ്പ് വേണോ അത് ചേർക്കാം, എന്ത് വേണേൽ ചേർക്കാം. തേങ്ങ ചേർക്കൂട്ടെ തന്നെ, അങ്ങനെ ജീരകമൊക്കെ ചേർക്കാം. അതായത് ഒരു അപ്പത്തിനൊക്കെ അരച്ചു വെക്കുന്ന രീതിക്കൊക്കെ ഞാൻ അരച്ചു വെക്കും. അങ്ങനെ 4-5 മണിക്കൂർ കുതിർത്തിട്ട് അരച്ചു വെക്കും. പിറ്റേ ദിവസം ഞാൻ നെയ്യ് ചേർത്തിട്ട് ചുട്ടെടുക്കും. നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ. അപ്പൊ അതിൽ 2 ദോശയൊക്കെ ഒരു ദിവസമേ കഴിക്കാവുള്ളൂ. ഓവർ കഴിക്കരുത്, കാരണം ഓവർ പ്രോട്ടീൻ
ആയ അത് അതിലും കൂടുതൽ നമ്മളെ കിഡ്നീനെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ഓവർ പ്രോട്ടീൻ കണ്ടിന്യൂസ് അങ്ങ് കഴിച്ചുകൊണ്ടിരുന്ന കുറെ 3 നേരം മില്ലറ്റ്സ് കഴിക്കാൻ ഞാൻ മെലിയട്ടെ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. പ്രോട്ടീൻ ഓവർ ശരീരത്തോട്ട് അടിച്ചു കയറ്റാനും വെള്ളം നമ്മളങ്ങനെ, അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ എക്സസൈസ് ചെയ്യുമോ അല്ലെങ്കിൽ അത്രയും ബോഡി ബിൽഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രോട്ടീൻ കുറെയൊക്കെ സഫർ ചെയ്യും. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി അങ്ങനെയൊന്നും സഫർ ചെയ്യത്തില്ല. നമുക്ക് കിഡ്നിക്കും ലിവറിനും എല്ലാം അതൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ആ രീതിയിലെല്ലാം മിതമായ രീതിയിൽ ആ രീതിയിൽ. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഒരാഴ്ചയൊക്കെ മില്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 1-2 ആഴ്ച അതങ്ങ് സ്കിപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്ന, ഗോതമ്പ് ദോശയോ പിന്നെ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെയും അത് കഴിയുമ്പോൾ വീണ്ടും മില്ലറ്റ്സ് എടുത്ത് വെള്ളത്തിലിടും. ഇതുപോലെ ഡെയിലി ഒരു 2 ദോശ വെച്ച് കുറെ ദിവസങ്ങൾ അങ്ങ് കഴിക്കും. ഒരാഴ്ചയൊക്കെ അങ്ങ് അത് തീരുന്നവരെ ഒരു 3-4 ദിവസമൊക്കെ അങ്ങ് കഴിക്കും. പിന്നെ കുറച്ച് സ്കിപ്പ് ചെയ്യും. ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഓവർ അങ്ങ് തടി വെച്ച് പണ്ടാരടങ്ങി പോകത്തുമില്ല. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നിൽക്കാനും പറ്റും. എന്നാലും എനിക്ക് തടിക്ക് ഉണ്ടല്ല, ഞാൻ പറയുക. പിന്നെ വയറൊക്കെ കുറച്ച് ചാടി തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യണം. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല നടുവേദന പിടിച്ചെനിക്ക്. ഞാൻ ഈ മിറ്റം വെട്ടി വാരി വീണ്ടും ഞാൻ വർത്താനം പറഞ്ഞു കൊടുക്കുക. എനിക്കിങ്ങനെ വർത്താനം പറയാൻ നിങ്ങളോട് തുടങ്ങിയാൽ പിന്നെ ഞാൻ നോൺ സ്റ്റോപ്പ് ആട്ടോ. ഞാൻ ഭയങ്കര ടോക്കറ്റീവാ. അങ്ങനെ അപ്പം പിന്നെ ടോക്കറ്റീവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എല്ലാരോടും ഇങ്ങനെ കുറെ സംസാരിക്കത്തില്ല. സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ഇപ്പൊ യൂട്യൂബില് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഒത്തിരി സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ ടോക്കറ്റീവ് അല്ല. അങ്ങനെയാണ്. അങ്ങനെ എന്നിട്ട് അപ്പം പറഞ്ഞു വന്നത്, ഈ മിറ്റ് ഞാൻ വെട്ടി വാരിയിട്ട കുറെ സ്ഥലം റീഅറേഞ്ച് ചെയ്തു. അപ്പൊ എന്റെ ഇവിടെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് അപ്പൊ എന്റെ നടുവിന് 8ന്റെ പണി കിട്ടി. ഓൾറെഡി എന്റെ നടുവിന് കുറച്ച് പ്രശ്നം ഉള്ളതാ. ഇവിടെ കുറച്ച് ബൾജ് ഉള്ളതാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിട്ട് ഈ 100-150 കിലോ ഉള്ള പേഷ്യൻസിനെ ഇങ്ങനെ വലിച്ച് പൊക്കി ടേബിളിലേക്ക് വെക്കുന്നു. പിന്നെ അവിടുന്ന് സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് ട്രോളിയിലേക്ക് ഇടുന്നു. അവിടുന്ന് നേരെ നമ്മൾ റിക്കവറി റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് എടുത്തിടുന്നു. പിന്നെ റിക്കവറി റൂമിൽ നിന്ന് എടുത്ത് വീണ്ടും നമ്മുടെ ട്രോളിയിലേക്ക് ഇടുന്നു. അത് കഴിയുമ്പോൾ പിന്നെ പുറമേയുള്ള ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ ICUയിലേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാർഡിലേക്കാണെങ്കിൽ അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ സ്റ്റാഫുകൾക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്നും വലിച്ചെടുത്തിടുന്നു. അങ്ങനെ ഒരു പേഷ്യന്റിനെ വരുമ്പോൾ മുതൽ നമ്മൾ വരുമ്പോൾ റിസീവ് ചെയ്യും 1, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് 2, അവിടുന്ന് കേസ് കഴിയുമ്പോൾ 3, പിന്നെ റിക്കവറി റൂമിലേക്ക് 4, അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 5, ഒരു പേഷ്യന്റിന് 5 പ്രാവശ്യം, മിനിമം 4 പ്രാവശ്യം. ചിലപ്പോൾ റിക്കവറി റൂമിൽ ഞങ്ങൾ ആ ട്രോളിയെ തന്നെ കിടത്തും. അങ്ങനെയൊക്കെ ചില കേസുകളിലൊക്കെ അങ്ങനെ മിനിമം 4 പ്രാവശ്യം ഓരോ പേഷ്യന്റ്. അത് 150 കിലോ 160 കിലോയുള്ള ആണായാലും പെണ്ണായാലും അതിനെ. അപ്പൊ ഞാനും ഉണ്ടാവും, എന്റെ കൂടെയുള്ള സ്മിത എന്ന് പറഞ്ഞ സ്റ്റാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ജിൻസി ആണെങ്കിൽ അത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വലിച്ച്. പിന്നെ സൽമ തലയിൽ പിടിക്കും. വാരയെ മാത്രം ഡോക്ടർമാർ പിടിക്കുക, അനസ്തെറ്റിസ്റ്റും ബാക്കിയുള്ളവരും. പിന്നെ ഒരു ഡോക്ടർ ഭയങ്കര ഹെൽപ്പിങ്, അത് നമ്മുടെ കൂടെ ഒരാളുടെ കൂടെ നമ്മുടെ കൂടെ പിടിക്കുക. എന്റെ ദൈവം, എന്നാൽ ഇത്രയും ഭാരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് 4 പ്രാവശ്യം വെച്ച് ഓരോ പേഷ്യന്റിന് ഇത്രയും ഭാരമുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മളാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്ത് ഓരോ കൂട്ടം നമ്മുടെ നടുവിനൊരു മിന്നൽ പോലെ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഴിഞ്ഞാലല്ലേ നമുക്ക് ഹെൽപ്പില്ല വേറെ. ഇത് കഴിഞ്ഞാലല്ലേ അടുത്ത കേസ്, അത് കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ, ഹോസ്റ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്ത് കേസ് ചെയ്യാന്നുള്ളത്. എന്റെ അമ്മ അവിടുത്തെ ജോലിനേക്കാളും ഭാരമാണ് ഈ ഷിഫ്റ്റിങ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ ലേഡീസിനെല്ലാം. പക്ഷെ ഡോക്ടർമാർ കുറച്ചൊക്കെ കണ്ണിങ്ങാണ്. ചിലവര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാത്തവർ തലയിലും വാലയിലൊക്കെ പിടിക്കാൻ നിൽക്കും കേട്ടോ. കാലയിൽ പിടിക്കുമ്പോൾ വലിയ ഭാരമില്ല, തലയിൽ പിടിക്കുമ്പോഴും വലിയ ഭാരമില്ല. നടു നമ്മൾ തന്നെ പിടിക്കണം എന്നുള്ള ഒരു ഇത് വരും കേട്ടോ. അപ്പൊ അവരെന്തെങ്കിലും പറയട്ടോ, അയ്യോ നടുവിന് പ്രശ്നം, അതുകൊണ്ട് എനിക്ക് ഇവിടെ പിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയും ചില കള്ളൻ ഡോക്ടർമാർ. അങ്ങനെ ബാക്കി കേസ് ചെയ്യാൻ വരുന്നവരെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ പിടിക്കാൻ കൂടും. അവിടെ ഉള്ള അനസ്തെറ്റിസ്റ്റിന്റെ കാര്യം പറയാൻ ഒരാൾ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അത് പാവം ഒരു ഈജിപ്ഷ്യൻ. അതങ്ങനെ അങ്ങനെയൊക്കെ പിടിച്ച് വലിച്ചെടുത്തിട്ട് എന്റെ നടു ഓടിഞ്ഞ് എല്ലാം. അവിടെ നിൽക്കുന്ന എല്ലാ ലേഡീസിന്റെ പ്രശ്നം ഇതാ. അങ്ങനെ എന്റെ ഈ നട്ടലിന് കുറച്ച് പ്രശ്നം വന്നു, ബൾജ് വന്നു. അപ്പൊ എനിക്ക് ഒത്തിരി ഹെവി വർക്ക്, ഇങ്ങനെ ഭാരം എടുത്ത് അങ്ങനത്തെ പണി പാടില്ലാത്ത അത്. പക്ഷെ ഞാനെല്ലാം ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും, ആളെ കിട്ടാനില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് അത്യാവശ്യമായിട്ട് ആ വർക്ക് ചെയ്യേണ്ടായിരുന്നു. അപ്പൊ ഞാൻ 3-4 ദിവസം തന്നെ വെട്ടിയാരി. അത് കഴിഞ്ഞപ്പം ടാബ് കഴിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി. പക്ഷെ കുറച്ച് നേർവിനൊക്കെ കുറച്ച് ഇതാണ് വെച്ചാൽ നമുക്ക് നട്ടലിന് എന്തെങ്കിലും പറ്റിയ നേറിനെ അമർത്തും. അതാണ് പ്രശ്നം. അങ്ങനെ ബൾജൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാലയിലൊക്കെ വേദനയാകും, നടുവിന് ഭയങ്കര വേദനയാകും, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് നല്ല വേദന ഇളകി. എന്നിട്ട് ഇപ്പം ചൂട് വെക്കുന്നു, ടാബ് കഴിക്കുന്നു, നേറൊക്കെ ഓക്കെ ആകാനുള്ള അതിന്റെ ടാബ് കഴിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. എന്നാലും എനിക്ക് അതിന്റെ വേദന നന്നായിട്ടുണ്ട്. അപ്പം പിന്നെ ഇടയ്ക്ക് വേദന നന്നായിട്ട് ഇളകും, ഇങ്ങനെ കുറെ നേരം എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതെന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ നടുവേദനയിലെത്തിയേ? മില്ലറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പം, മില്ലറ്റ്സ് തടീന്റെ കാര്യം പറഞ്ഞപ്പം
അതെന്തിനാ ഇതുമായിട്ട് പറഞ്ഞേ, അത് ഓർമ്മയില്ല. അപ്പൊ എന്തായാലും എനിക്കാണ് വണ്ണം കൂടുന്ന കാര്യം പറഞ്ഞതായിരിക്കും. അപ്പൊ അത് ഇതുമായിട്ട് എങ്ങനെ കണക്ട് ആയി അതെങ്ങനെയാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, മില്ലറ്റ്സ് കഴിച്ചാൽ നമുക്ക് ഓവർ വണ്ണം എന്തായാലും വെക്കത്തില്ല, എല്ലായിടത്തും ഇങ്ങനെ ഫാറ്റ് അടിയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല. അതാണ് നല്ലത് എപ്പോഴും നമ്മുടെ ശരീരത്തിന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മില്ലറ്റ്സിനടക്കം ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചോളൂ. അപ്പൊ നമ്മള് കേരളത്തിൽ മില്ലറ്റ്സ് കിട്ടത്തില്ല, നിങ്ങൾക്കറിയാലോ, റാഗി മാത്രമേ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം 5 ടൈപ്പ് മില്ലറ്റ്സിന്റെ 1 kg പാക്കറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. വേറെ സംസ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതിന്റെ 1 kg ഉണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ പിന്നെ ഇതും കൂടി പച്ചരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ രീതിയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഹെൽത്ത് അടിപൊളിയാക്കുക. അങ്ങനെ ഓവർ കഴിക്കാൻ വേണ്ട. പിള്ളേർക്കൊക്കെ അതനുസരിച്ച് കുറവ് കൊടുത്താൽ മതി. ഇതിൽ ഓവർ പ്രോട്ടീനും ഫൈബറും ഉണ്ടെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ നമുക്ക് അങ്ങ് ഓവർ കഴിക്കാൻ തോന്നില്ല, എന്ന ആവശ്യത്തിന് നമ്മൾ കഴിക്കാൻ വേണം. അതൊക്കെയാണ്. പിന്നെ പനീറൊക്കെ കഴിക്കണം. പനീറൊക്കെ കഴിച്ചാലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മസിൽ മാസ് ഉണ്ടാവും. നമ്മൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ട്രക്ചർ ഒക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതല്ലേ, എന്നിട്ട് എക്സസൈസും ചെയ്യണം. അങ്ങനെ വരുമ്പം നമുക്ക് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ, ബോഡി ഷേപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ മസിലിന്റെ മുകളിൽ കുറച്ച് ഫാറ്റൊക്കെ പിടിച്ച് ആ ഒരു രീതിയിലാകുമ്പോൾ മസിൽ കുറച്ച് ഇങ്ങനെ വളരുമ്പോൾ എന്ന് പറയാം, ആ ഒരു രീതിയിൽ അത് രൂപപ്പെടുമ്പോൾ എന്ന് പറയാം, ആ രീതിയിലാണ് ആകുമ്പോഴാണ് നമുക്ക് നല്ല സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പം ഈ ഒരു മസിൽ മാസ് എന്ന് പറയുക, മസിൽ മാസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കണം. അപ്പൊ അതിൽ ബെസ്റ്റാണ് പനീറൊക്കെ. പനീർ കഴിക്കാം, നമുക്ക് തൈര് കഴിക്കാം, അതുപോലെ പിന്നെ കുറച്ച് പയറുവർഗ്ഗങ്ങൾ കാര്യങ്ങള്, സോയ, അങ്ങനെയൊക്കെ. അതായത് ലേഡീസിനാകുമ്പോൾ നമുക്ക് കുറച്ച് ഈസ്ട്രജനും ആ കൂടെ കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ്. പക്ഷെ ഈസ്ട്രജൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഹോർമോൺ ഇംബാലൻസുകളും, പിന്നെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഫാറ്റ് അടിഞ്ഞിട്ട് ചിലരെ കണ്ടിട്ടില്ല, ഇവിടെ അങ്ങനെ അങ്ങ് ഫാറ്റ് അടിഞ്ഞ് എല്ലായിടത്തും അങ്ങ് ഫാറ്റ് അടിഞ്ഞ് ആ രീതിയിൽ വരുന്ന ഈസ്ട്രജൻ കൂടുമ്പോൾ അതിന് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഈസ്ട്രജൻ ഒരു പരിധി കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഒട്ടും നല്ലതല്ല. അത് ഭയങ്കര അബ്നോർമൽ ബോഡി സ്ട്രക്ചർ ആയി പോകും. നമുക്ക് അത് ഒത്തിരി PCOD വരാം, കുഞ്ഞുങ്ങളുണ്ടാവാതെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, പിന്നെ കുറേ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരാം. ആ രീതിയിലൊക്കെ ഈസ്ട്രജൻ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പം പരിധി വിട്ട് നമ്മൾ ഇതെല്ലാം കൂടി വാരി കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എക്സ്ട്രാ ടാബൊന്നും മേടിച്ച് കഴിച്ച് ആ രീതിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എല്ലാം മിതമായ അളവിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ബോഡി സ്ട്രക്ചറും കുറച്ച് മസിൽ മാസ് ഒക്കെ ഉണ്ട്. ആ കൂടെ എക്സസൈസ് നിർബന്ധമാണ്. കുറച്ചൊക്കെ ആ ഒരു രീതിയിൽ എക്സസൈസും കൂടി, ലേഡീസ് ചെയ്യേണ്ട ടൈപ്പ് കുറച്ച് എക്സസൈസ് ആ രീതിയിലുള്ളതൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഓവർ ഫാറ്റ് അടിയാതെ നല്ല ബോഡി ഷേപ്പിൽ ഇരുന്നോളും. അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പൊ അതാ സ്ക്രീനിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം പോരെ ഓഫറുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ആവശ്യത്തിന് കൂട്ടി വെച്ചോളൂ, എന്നിട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഞാൻ എന്തായാലും ഇത് എടുത്ത് വെച്ചിട്ട് ചായയും കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്തിട്ട് ഷൂട്ടിങ്. അപ്പൊ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് ഞാൻ വേഗം കൊണ്ടേ ബാറ്ററി ചാർജിലിടും, എന്നിട്ട് വേഗം ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുത്ത വീഡിയോ ഞാൻ ഈസ്ട്രജനെ കുറിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ടാറ്റാ.